വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പ്രൊമോഷണൽ ഇന്റർവ്യൂകളിൽ സ്റ്റാറായി മാറിയ ധ്യാൻ ശ്രീനിവാസൻ തഗ്ഗുകളിലൂടെ സഹതാരങ്ങളെയും ആങ്കർമാരെയും സൈഡാക്കുന്ന കാഴ്ചയാണ് മലയാള സിനിമാ പ്രേക്ഷകർ കാണുന്നത്. കേൾക്കുന്നവർക്ക് ഒരു തരത്തിലും ഹർട്ടാക്കാത്ത തരത്തിൽ തങ്ങളുടെ സിനിമാ ജീവിതത്തിന്റെ രസകരമായ അനുഭവങ്ങൾ പങ്കുവച്ചുള്ള ധ്യാൻ ഇന്റർവ്യൂകളെല്ലാം വൈറലായി മാറിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ധ്യാൻ പ്രത്യക്ഷപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഫസ്റ്റ് ഷോ പ്രദർശനത്തിന് ശേഷമുള്ള തിയേറ്റർ വിസിറ്റിലാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാവരും ഉൾപ്പെട്ട തിയേറ്റർ വിസിറ്റിലും ധ്യാൻ തന്നെയായിരുന്നു പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രേക്ഷകരുമായുള്ള സംഭാഷണത്തിനിടയിലാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ തൻ്റെ അഭിനയം കണ്ട് ബേസിൽ ജോസഫ് പുറത്തിറങ്ങാതെ തൃശ്ശൂരിലെ ഏതോ ബാറിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ധ്യാൻ ട്രോളിയത്. ഒരാള് ഭയങ്കര മിസ്സിംഗ്, ബേസിൽ ജോസഫ് ലോഡ്ജിൽ റൂം എടുത്തിരിക്കുകയെന്നാണ് കേട്ടത്. എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ, ബേസി എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ആ ധ്യാൻ തണ്ടി നന്നായിട്ടുണ്ട് എന്ന്. അവൻ മേലാന്ന് വിചാരിച്ചിട്ട് അവൻ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു. പറ്റിക്കരുതല്ലേ. നേരത്തെയും ബേസിൽ ധ്യാൻ ഇന്റർവ്യൂ ട്രോൾസ് വൈറലായിരുന്നു. ബേസിൽ ഹിന്ദിയിൽ സിനിമ ചെയ്യുന്നതിൻ്റെയും മറ്റുമുള്ള തമാശകൾ ധ്യാൻ പങ്കുവയ്ക്കുകയും ബേസിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി മുന്നേറുന്ന ചിത്രത്തിൽ യുവതാരങ്ങളുടെ കോംബോയും പ്രകടനങ്ങളും പ്രേക്ഷകർ എടുത്തു പറയുന്ന ഒന്നാണ്. ഇതിനിടയിലാണ് തിയേറ്റർ വിസിറ്റിൽ ധ്യാൻ പുതിയ പടക്കത്തിന്റെ തിരികൊളുത്തിയത്. പടം ഇറങ്ങിയ ശേഷം തൻ്റെ അഭിനയത്തിന് ലഭിക്കുന്ന പ്രതികരണം കണ്ടാണ് ബേസിൽ ബാറിൽ ഒളിച്ചിരിക്കുന്നത് എന്ന നിലയിലായിരുന്നു പ്രതികരണം. അത് വൈറലായി. ധ്യാനിന്റെ ചിരിപ്പടക്കത്തിന് മറുമരുന്നായി ഇത്തവണ രംഗത്ത് വന്നത് പക്ഷേ ബേസിലല്ല, സാക്ഷാൽ ബെന്യാമിനാണ്. ബേസിൽ ജോസഫ് ബാറിലല്ല, മച്ചാൻ തിരക്കിട്ട മറ്റൊരു ചർച്ചയിലാണെന്ന ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചാണ് ബെന്യാമിൻ മറുപടി നൽകിയത്. GR ഇന്ദുഗോപനും ബേസിലും ബെന്യാമിനും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് പോസ്റ്റ്. ബേസിൽ ജോസഫും ബെന്യാമിനും ഇന്ദുഗോപനും ഒന്നിക്കുന്ന സിനിമയാണോ അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന ചർച്ചയും സജീവമായി. മച്ചാൻ വേറെ ലെവൽ ചർച്ചയിലാണെന്ന ബെന്യാമിന്റെ വാക്കുകളാണ് ഇതിന് തിരികൊളുത്തുന്നത്. ആടുജീവിതത്തിന്റെ വിജയത്തിന് ശേഷം ബേസിലുമായൊരു സിനിമ വരുന്നുണ്ടെന്നും മഞ്ഞവെയിൽ മരണങ്ങൾ സിനിമയാകുമെന്നുമൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ബേസിലും ഒന്നിച്ചുള്ള ചിത്രവും പുറത്തു വരുന്നത്. ധ്യാൻ ചുമ്മാ കളിയാക്കിയതാണെങ്കിലും ബെന്യാമിന്റെ മറുപടി പോസ്റ്റ് ധ്യാനിനെ തളർത്തുമെന്നതിൽ സംശയമില്ല.